നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. വർഷങ്ങൾക്ക് ശേഷവും ഒരിക്കലും മറക്കാത്ത ഒരു സംഗീത സംവിധായകൻ തന്നെയാണ് ബാലഭാസ്കർ എന്ന് പറയുന്നത്. മലയാളികളുടെ ഉള്ളിൽ എപ്പോഴും സംഗീതം കൊണ്ട് കോറിയിട്ട ഒരു സംഗീത സംവിധായകൻ. മരണങ്ങൾക്ക് ശേഷവും മലയാളികളുടെ ഉള്ളിൽ ഇപ്പോഴും ജീവിക്കുന്ന ഒരു വയലിനിസ്റ്റ് തന്നെയാണ് ബാലഭാസ്കർ. 6 വർഷങ്ങൾക്കിപ്പുറവും ഉത്തരം കിട്ടാത്തൊരു ചോദ്യമാണ് ബാലഭാസ്കറിന് സംഭവിച്ച ദുരന്തം. പല രീതിയിലാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. കേരളത്തിൽ ഞെട്ടിച്ച ഒരു കാർ അപകടമാണ് ബാലഭാസ്കറിന്റെ ജീവനെടുത്തത്. ബാലുവിനൊപ്പം മകളും അപകടത്തിൽ മരിച്ചിരുന്നു. സ്വർണ്ണക്കള്ളക്കടത്ത് സംഘത്തിന് ബാലുവിന്റെ മരണത്തിൽ പങ്കുണ്ടെന്നൊക്കെയാണ് കുടുംബം ആരോപിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ നടക്കുന്നുമുണ്ട്. 6 വർഷത്തോളം നീണ്ട നിശബ്ദതയ്ക്ക് ശേഷം അടുത്തിടെയാണ് ഭർത്താവിനെയും മകളെയും കുറിച്ച് അപകടത്തെക്കുറിച്ചുമൊക്കെ ഭാര്യ ലക്ഷ്മി ഒരു മാധ്യമത്തോട് തുറന്ന് സംസാരിച്ചത്. ലക്ഷ്മി ബാലഭാസ്കറിന്റെ അഭിമുഖം പ്രത്യക്ഷപ്പെട്ട ശേഷവും നിരവധി വിവാദങ്ങൾ ഉണ്ടായിരുന്നു. ലക്ഷ്മിയുടെ മറുപടികൾ പലതും വിശ്വാസയോഗ്യമല്ലെന്നാണ് ഒരു വിഭാഗം അഭിപ്രായപ്പെട്ടത്. ബാലുവിന്റെ മാതാപിതാക്കളും ബന്ധുക്കളും അപകടത്തിന്റെ സത്യം അറിയുന്നതുവരെ പോരാടുമെന്ന ഉറച്ച തീരുമാനത്തിലായിരുന്നു. സംഗീത കുടുംബത്തിലാണ് ബാലഭാസ്കറിന്റെ ജനനം. അമ്മയും അമ്മാവനും എല്ലാം സംഗീതം ഉപാസിച്ച് ജീവിക്കുന്നവരായിരുന്നു. കൂടപ്പിറപ്പായി മീര എന്നൊരു ചേച്ചി മാത്രമാണ് ബാലുവിനുണ്ടായിരുന്നത്. പലവിധ അസുഖങ്ങൾ അലട്ടിയിരുന്നതിനാൽ മീര ഒരിക്കലും മീരയ്ക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നില്ല. ബാലു മരിച്ചു. വൈകാതെ തന്നെ അസുഖം മൂർച്ഛിച്ചു. മീരയും പോയി. മക്കൾക്ക് 2 പേരും പോയതോടെ ഇരുട്ട് നിറഞ്ഞ ജീവിതമാണ് ശാന്തയ്ക്കും ഉണ്ണിക്കും. ഡെഡ് മാൻ വാക്കിംഗ്, അതാണ് തൻ്റെ ഇപ്പോഴത്തെ ജീവിതം എന്നാണ് അടുത്തിടെ ഒരു അഭിമുഖത്തിൽ സംസാരിക്കവേ ബാലുവിൻ്റെ അച്ഛൻ ഉണ്ണി പറഞ്ഞത്. ബാലുവിനും കുഞ്ഞിനും വേണ്ടി നിയമ പോരാട്ടം നടത്താൻ അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾക്കൊപ്പം നിലകൊള്ളുന്നവരിൽ പ്രധാനി മുൻ ടെലിവിഷൻ അവതാരകയും ബാലുവിന്റെ ബന്ധുവും കൂടിയായ പ്രിയ വേണുഗോപാലാണ്. ഇപ്പോഴിതാ ബാലഭാസ്കറിനെയും അദ്ദേഹത്തിന്റെ സഹോദരിയെയും കുറിച്ച് പ്രിയ സോഷ്യൽ മീഡിയയിൽ കുറിച്ചൊരു പോസ്റ്റാണ് ശ്രദ്ധ നേടുന്നത്. മകന്റെയും മകളുടെയും ചിത്രത്തിന് അരികെ തളർന്നിരിക്കുന്ന ബാലുവിന്റെ മാതാപിതാക്കളുടെ ചിത്രമാണ് പ്രിയ പങ്കുവച്ചത്. ആദ്യമായാണ് ബാലുവിന്റെ സഹോദരിയുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടുന്നത്. ചേർത്തൊന്നണച്ചുകൊണ്ടവൻ എൻ്റെ കുഞ്ഞെന്ന് ചൊല്ലിക്കരഞ്ഞവൾ കുഞ്ഞേച്ചിയായി. ചേച്ചിയെ തിരികെ ഇനി ജീവിതം കാണിച്ചിടട്ടെ ഞാനെന്നവൻ കുഞ്ഞനിയനായി. ഏറെ കൊതിച്ചൊര കാലം തിരിച്ചങ്ങ് വന്നെങ്ങ് ചിരിച്ചിടവേ ഏഷ്യോ കണ്ണേറതെന്ന പോൽ പോയിക്കളഞ്ഞവർ രണ്ടാളും അങ്ങ് ദൂരെ. എന്നാലും ഉണ്ടാകും ഒരുമിച്ച് കുഞ്ഞൊരു താരകത്തിൽ ചാരെ ഇരുവരും. എന്നാളും വിധം ചിന്തിച്ചു ശാന്തമായിടട്ടെ 2 ഹൃദയങ്ങളും എന്നുള്ളൊരു കവിതയാണ് പ്രിയ കുറിച്ചത്. മീര ചേച്ചിയും ബാലുചേട്ടനും എന്നെഴുതി ചുവന്ന ഹൃദയത്തിന്റെ ഇമോജിയും കവിതയ്ക്കൊപ്പം പ്രിയ കുറിച്ചു. ബാലുവിൻ്റെയും മീരയുടെയും പഴയ ചിത്രങ്ങൾ ഉപയോഗിച്ച് വരച്ച ഡിജിറ്റൽ പെയിന്റിംഗ് ആണ് പ്രിയ പങ്കിട്ടത്. ഇത് എപ്പോഴും ഉള്ള ചിത്രമാണെന്ന് ഒരാൾ കമന്റിലൂടെ ചോദിച്ചപ്പോൾ സാങ്കല്പിക ചിത്രം എന്നാണ് പ്രിയ മറുപടിയായി കുറിച്ചത്. മക്കളുടെ ചിത്രങ്ങൾക്കരികിൽ നിസ്സഹായരായി ഇരിക്കുന്ന മാതാപിതാക്കളെ കാണുമ്പോൾ ഹൃദയം നീറുന്നു എന്നാണ് മറ്റൊരാൾ പറഞ്ഞത്. വിവാഹശേഷം കുടുംബവുമായി ഏറെക്കാലം അകൽച്ചയിലായിരുന്നു ബാലഭാസ്കർ. അപകടത്തിൽപ്പെടുന്നതിന് കുറച്ചു കാലം മുമ്പാണ് കുടുംബവുമായി ചേച്ചിയുമായി എല്ലാം പഴയ ബന്ധം വീണ്ടെടുത്തത്. സഹോദരിയെ ഇടയ്ക്കിടെ വന്ന് കാണുകയും ഫോൺ വാങ്ങിക്കൊടുക്കുകയും ചികിത്സാ ചെലവുകൾ വഹിക്കുകയും എല്ലാം ചെയ്തിരുന്നത് ബാലു എന്നാണ് മുമ്പൊരിക്കൽ അമ്മ ശാന്ത പറഞ്ഞത്. ബാലുവിൻ്റെ സ്നേഹവും കരുതലും വീണ്ടും അനുഭവിച്ചു തുടങ്ങിയപ്പോൾ മീരയും അസുഖത്തിൽ നിന്നും പതിയെ കരകയറി വരികയായിരുന്നു. ബാലഭാസ്കറിനെ പോലെ തന്നെ സംഗീതത്തിൽ വാസനയുള്ള ആളായിരുന്നു ചേച്ചി മീരയും. മകനെ ഇല്ലാതാക്കിയ കുറ്റവാളികളെ ശിക്ഷിക്കാൻ വേണ്ടത് ചെയ്യുക, മകൻ എന്താണ് സംഭവിച്ചതെന്നറിയുക എന്നത് മാത്രമാണ് മാതാപിതാക്കളുടെ ജീവിത ലക്ഷ്യമെന്നും കൂട്ടിച്ചേർക്കുകയായിരുന്നു. You're watching me on metromatney.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.